ഇൻഷാ അല്ലാഹ് ദുആഉൽ കർബ് ചൊല്ലാണ്. ദുആഉൽ കർബ് പ്രതിസന്ധികൾക്ക് പരിഹാരം കിട്ടാൻ ദുആഉൽ കർബ് ചൊല്ലണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ ടെൻഷനുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഓരോ ദിവസവും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ടെൻഷനുകൾ, ഓരോ ദിവസവും നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഓരോ ദിവസവും നമ്മളെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും എല്ലാം അറിവിന്നിലാമിന്റെ മജ്ലിസിൽ നമ്മൾ ഇറക്കി വെക്കണം. ഈ ദിക്റിലൂടെ മനസ്സിന് സമാധാനം കൊടുക്കണം. ഈ ദിക്റിലൂടെ മനസ്സിന് നമ്മൾ സമാധാനം കൊടുക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഈ ദിക്ർ ചൊല്ലണം മോനെ, ഈ ദിക്ർ ചൊല്ലണം മോളെ, ഈ ദിക്ർ ചൊല്ലണം ചെറുപ്പക്കാരാ, ഈ ദിക്ർ ചൊല്ലണം പെങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ. ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലണം. അത് മനസ്സിന് വലിയ സമാധാനമാണ്, അത് മനസ്സിന് വലിയ റാഹത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. വലിയ സമാധാനമാണ്, മനസ്സിന് വലിയ സമാധാനമാണ്, മനസ്സിന് വലിയ റാഹത്താണ്. റബ്ബേ, ഈ ദിക്റിലൂടെ ഞങ്ങളെ ശർറുകളൊക്കെ ബാത്തിലാക്കി കളയണം അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിന് സമാധാനം തരണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ റാഹത്ത് തരണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളെല്ലാം തട്ടി മാറ്റണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സർവ ശർറുകളെയും പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് മനക്കരുത്ത് നൽകണേ റഹ്മാനേ. മനസ്സിന് ഈമാനിന്റെ പവർ തരണേ റഹ്മാനേ. മനസ്സിന് എന്തിനെയും ഏതിനെയും നേരിടാനുള്ള ചങ്കൂറ്റം തരണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങളെല്ലാം ഈ ദിക്റിലൂടെ നീ മാറ്റിത്തരണേ റഹ്മാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم.
لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم الله എല്ലാവരും ഒരു 3 തവണ കൂടി ചൊല്ലുക. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരട്ടെ. അറിവിന്ദിലാമെ കേൾക്കുന്ന വീടുകൾ, അറിവിന്ദിലാമെ കേൾക്കുന്നവരുടെ കുടുംബങ്ങളെ, അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഈ ദിക്റിലൂടെ നീ സമാധാനം കൊടുക്കണം അല്ലാഹ്. ഈ ദിക്റിലൂടെ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഈ ദിക്റിലൂടെ സമാധാനം കൊടുക്കണേ തമ്പുരാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم മുഅ്മിനീങ്ങളെ എല്ലാവരും രണ്ട് കൈയിലൂതിയേ, എല്ലാവരും 2 കൈയിലൂതുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് മുഖമെല്ലാം തടവുക. റബ്ബേ നീ കബൂലാക്ക് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ ദുആഉൽ കറവിന്റെ ഫലമായിട്ട് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം തരണേ അല്ലാഹ്. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമല്ലാഹ്, എല്ലാ തട്ടുമുട്ടലും നീക്കിത്തരണമല്ലാഹ്, എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരം നീ തരണേ തമ്പുരാനേ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നാളെ ഇൻഷാ അല്ലാഹ്, നാളെ മുതൽ 2 ദിവസങ്ങളിൽ മഹാനായ ഖാസിം വലിയുള്ളാന്റെ ആണ്ട് നടക്കുകയാണ്. ആരാണ് മഹാനായ ഖാസിം വലിയുള്ളാഹ്? ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലെ അന്തിയിറങ്ങുന്ന മഹാനാണ്. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് മക്കളില്ലാതെ വിഷമം പറഞ്ഞപ്പോ മഹാനായ ഖാസിം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എഴുതി കൊടുക്കുകയാണ്, പ്ലേറ്റ് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ആ വെള്ളം കുടിച്ചിട്ട് എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് സന്താന സൗഭാഗ്യമുണ്ടായ ചരിത്രം പറയുന്നുണ്ട്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം അത്ഭുതത്തോടെ ഉണ്ടായ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മജ്ലിസ് കേൾക്കുന്ന സഹോദര സഹോദരിമാര്, അല്ലാഹുവേ, ഗർഭിണികൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, മക്കളില്ലാത്തവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹ്, ഖാസിം വലിയുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാഹ്,
നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പവിത്രമായ ഈ മജ്ലിസിൽ ഇരുന്ന് ആമീൻ പറയുന്ന സഹോദര സഹോദരിമാരെ അല്ലാ, എല്ലാവരിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന പ്രായമുള്ള അറിവിന്ദിലാമിൻ്റെ ഉമ്മാമമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കളടക്കം അല്ലാഹ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ പവിത്രമായ മജ്ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളുണ്ട്. യാ അല്ലാഹ്, എല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാഹ്, എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസിലൂടെ നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ. ഖൽബ് നന്നാക്കണേ, ഇഖ്ലാസും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണേ. മനസ്സിലുള്ള ടെൻഷനുകളെ മാറ്റുക അല്ലാഹ്, പേടി മാറ്റണേ, ബേജാറ് മാറ്റണേ, സങ്കടങ്ങളും ടെൻഷനുകളും ദുഃഖഭാരങ്ങളും മാറ്റിത്തരണേ അല്ലാഹ് റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ അല്ലാഹ്. കടബാധ്യതകളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്ക് റബ്ബേ. ക്യാൻസറെ മാറ്റണേ, ബ്രെയിൻ ട്യൂമറെ മാറ്റണേ, അറ്റാക്ക് സുഖപ്പെടുത്തണേ, കിഡ്നി തകരാറിലായി സുഖപ്പെടുത്തണേ, ഡയാലിസ് ചെയ്യുന്നത് സുഖപ്പെടുത്തണേ അല്ലാഹ്. ലിവറിന്റെ പ്രോബ്ലം മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ ബാധിച്ചത് ബോധമില്ലാതെ തളർന്നു കിടക്കുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാ, പ്രഷർ കയറിയിട്ട് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവനുണ്ട്, ബോധമില്ലാതെ ശരീരഭാഗങ്ങൾ കുഴഞ്ഞു പോയി തളർന്നു കിടക്കുന്നവനുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. ശരീരത്തിന്റെ വേദനകളെ മാറ്റി തരണേ റഹ്മാനെ. ശരീരത്തിന്റെ കടച്ചിലുകളെ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിന് ആഫിയത്തോടെ ആരോഗ്യം തരണേ അല്ലാ. ദീർഘായുസ്സു തരണേ അല്ലാ. റാഹത്ത് തരണേ അല്ലാ. സന്തോഷം തരണേ അല്ലാ. സമാധാനം തരണേ റഹ്മാനേ. സർവരോഗങ്ങളും മാറ്റണേ, സർവക്ഷീണങ്ങളും മാറ്റണേ അല്ലാഹുവേ. എത്രയെത്ര സഹോദര സഹോദരിമാര് പല അസുഖങ്ങളെ കൊണ്ട് കിടപ്പിലാണ്. ഞാനിന്ന് മലപ്പുറത്ത് പോയപ്പോ ഒരു പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുക്കൽ പോയിരുന്നു. പാവമാണ് ആ പ്രിയപ്പെട്ട ഉമ്മ. 24 മണിക്കൂറും ഓക്സിജൻ വെച്ച് കിടപ്പിലാണ്. റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. യതീമക്കളുടെ വീട് പദ്ധതിയിലേക്ക് സഹായം നൽകിയിട്ടുണ്ട്. അത് കാരണം നീ ആ സ്വതക്ക കാരണം ചെയ്യുന്ന നന്മ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സർവശറുകളെയും രോഗങ്ങളെയും അത് തട്ടിമാറ്റുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. ആ ഉമ്മാന്റെ അസുഖം നീ മാറ്റണേ റഹ്മാനെ. ഓക്സിജന്റെ സഹായത്താൽ കഴിയുന്നവനുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്ക് റബ്ബേ. തൈറോയ്ഡ്, വെരിക്കോസിസ്, സോറിയാസിസ്, അമവാദം, ടി ബി, മഞ്ഞപ്പിത്തം, PCOD സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭപാത്രത്തിൽ പ്രോബ്ലം വന്നത്, അണ്ഡാശയത്തിൽ കുമിളകൾ മുഴകൾ വന്നത്, വയറ്റിന്റെ ഉള്ളില്, തലയുടെ ഉള്ളില്, ശരീരത്തിന്റെ അകത്തും പുറത്തും മുഴകൾ വന്നത് എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ.
എല്ലാം സുഖമാക്കി തരണമല്ലാ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ രോഗങ്ങളെ അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ചൊല്ലിവച്ച ദിക്റുകളും ഖുർആനുകളും മോദി മന്ത്രിച്ച വെള്ളം കുടിക്കലോടെ ആ രോഗം നീ പാടമാറ്റി റബ്ബേ, ആ രോഗം നീ പാടമാറ്റി റബ്ബേ, ആ ക്ഷീണം നീ പാടമാറ്റി തരണേ അല്ലാ, ആ ക്ഷീണം നീ പാടമാറ്റി തരണേ റഹ്മാനെ. അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച ബറക്കത്തിന്റെ വെള്ളം കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ മാറ്റിത്തരണമല്ലാ, ഞങ്ങളെ ക്ഷീണങ്ങളെ മാറ്റിത്തരണമല്ലാ. കല്യാണം സൗഭാഗ്യം റബ്ബേ നീ നൽകണേ റഹ്മാനെ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുടെ കല്യാണം റബ്ബേ നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. യാ അല്ലാ നീ മക്കളെ കൊടുക്ക് അല്ലാ, നീ മക്കളെ കൊടുക്ക് അല്ലാ, നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഇന്നലെ മടവൂരിലും വന്നിരുന്നു മക്കളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരെ അല്ലാ. ഒരു ബാർബറായ ഒരു ചെറുപ്പക്കാര് വന്നിട്ട് ഉസ്താദേ ദുആർക്കണം, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല. ഓരോ ദിവസവും അറിവിന്നിലാവിന്റെ ദിനാമുറ്റത്ത് വന്ന് സങ്കടങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും പറയുന്നവരെ അല്ലാഹുവേ അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങളെ കുഞ്ഞുമക്കളെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കുക അല്ലാ, ഞങ്ങളെ മക്കൾക്ക് ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കുക അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ. അവരെ മാശി മാറ്റണേ, കുറുമ്പ് മാറ്റണേ, ദേഷ്യം മാറ്റണേ, നല്ല സ്വഭാവമാക്കണേ അല്ലാ. പഠനത്തിലേക്ക് നല്ല മനസ്സ് കൊടുക്കണേ, നിസ്കരിക്കാ മനസ്സ് കൊടുക്കണേ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, അനാവശ്യ പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, മദ്യപാന മാറ്റി അല്ലാ, ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മക്കളെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണം അല്ലാ. കഴുത്തുറക്കാത്ത കുഞ്ഞുമക്കളുണ്ട്, നടക്കാൻ കഴിയാത്ത മക്കളുണ്ട്, ഇരിക്കാൻ കഴിയാത്ത മക്കളുണ്ട്, സംസാരിക്കാൻ കഴിയാത്ത മക്കളുണ്ട്. അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ. പരീക്ഷകളിൽ ഞങ്ങളെ മക്കളെ നല്ല മാർക്കോടെ വിജയിപ്പിക്ക റബ്ബേ. ഉറക്കത്തിലെ മൂത്രമൊഴിക്കുന്ന മക്കളുടെ പ്രയാസം നീ മാറ്റിക്കൊടുക്ക റബ്ബേ, പേടി മാറ്റിക്കൊടുക്ക റബ്ബേ. മനസ്സിന് സമാധാനവും ധൈര്യവും സന്തോഷവും നൽകണേ അല്ലാ. എല്ലാ കണ്ണേറുകളും ബാത്തിലാക്കണേ, എല്ലാ നാപ്പോരുകളും ബാത്തിലാക്കണേ, എല്ലാ സിഹറുകളും ബാത്തിലാക്കണേ, എല്ലാ ശത്രുക്കളുടെ അമ്പുകളെയും ബാത്തിലാക്കണേ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ ബാത്തിലാക്കണേ, ശത്രുക്കളുടെ ഷർറുകളെ ബാത്തിലാക്കണേ. ശത്രുക്കളെ കൊന്ന കെണിവലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം നാഥാ. ഞങ്ങളെ നീ ദുനിയാവിലോ ആഖിറത്തിലോ വഷളാക്കല്ലേ അല്ലാ. ഇസ്സത്ത് റാഹത്തോടെ ഈമാനോടെ നിലനിർത്തി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് ആരൊക്കെ കേൾക്കുന്നുണ്ടോ, പ്രായമുള്ള ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഞങ്ങളെ മജ്‌ലിസിലുള്ള പാവങ്ങളാണ്. അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കുക അല്ലാ. അവരുടെ ക്ഷീണങ്ങൾ, അസുഖങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരെ കുടുംബത്തിൽ സമാധാന സന്തോഷം നൽകുക റബ്ബേ. എത്രയോ സഹോദര സഹോദരിമാരുണ്ട് ഞങ്ങളെ മജ്‌ലിസ് സ്ഥിരമായി കേൾക്കുന്നവരാണ്. അവർക്ക് ആഫിയത്ത് കൊടുക്കനാദാ, റാഹത്ത് കൊടുക്കുക അല്ലാ.
വീടില്ലാത്തവർക്കൊരു വീട് നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. റോഡില്ലാത്തവർക്ക് റോഡ് നൽകണേ അല്ലാ. കിണറ്റിലും കുഴൽ കിണറിലും ബറക്കത്തുള്ള വെള്ളം തരണേ അല്ലാ. കച്ചവടത്തില് ബറക്കത്തു തരണേ, ബിസിനസ്സില് ബറക്കത്ത് തരണേ, കൃഷിയില് ബറക്കത്ത് തരണേ, വാഹനങ്ങളിൽ ബറക്കത്ത് തരണേ, ഏർപ്പാടുകളിൽ ബറക്കത്ത് നൽകണേ. സർവ കച്ചവടത്തിലും സർവ ഏർപ്പാടിലും ബറക്കത്തു തരണേ അല്ലാ. കിട്ടുന്ന ശമ്പളത്തില് കിട്ടുന്ന കാശില് നീ ബറക്കത്ത് തരണേ. ഞങ്ങൾ പ്രിയപ്പെട്ട യതീമക്കളുടെ സ്നേഹ വീട്ടിലേക്ക് സഹായിച്ചവരെ, സ്വർണങ്ങൾ തന്നവരെ, വെള്ളികൾ തന്നവരെ, കാശുകൾ തന്നവരെ, സംഭാവനകൾ ഏൽപ്പിച്ചവരെ, മടവൂരിൽ പോകുമ്പോ മടവൂരിലെ CM സെന്ററിൽ പോയി അറിവിന്ദിലാവിന്റെ യതീമക്കൾക്കുള്ള സഹായങ്ങൾ CM സെന്ററിൽ പോയി ഏൽപ്പിച്ചവരെ, ഇവിടെ നേരിട്ട് കൊണ്ടുവന്നവരെ, അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചവരെ, ആരെല്ലാം എന്തെല്ലാം നീയത്ത് വച്ച നേർച്ചയാക്കിയോ എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അത് കാരണം അവരെ സർവ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽക റബ്ബേ. ഞങ്ങളെ ദുആകൾക്ക് ഇജാബത്ത് തരണേ, ഞങ്ങളെ ഊത്തുകൾക്ക് ഇജാബത്ത് തരണേ, ഞങ്ങളെ നോട്ടങ്ങൾക്ക് ഇജാബത്ത് തരണേ, ഞങ്ങളെ ചികിത്സകൾക്ക് ഫലം തരണേ, ഞങ്ങളെ മജ്ലിസുകൾക്ക് ഫലം തരണേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിന് ഫലം തരണേ അല്ലാഹുവേ. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അവരുടെ ഓരോ ആവശ്യങ്ങളും മനസ്സിരുത്തിയിട്ടാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. എല്ലാ ആവശ്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ദുആഉൽ കർബ് ചൊല്ലിയ മജ്ലിസാണ് അല്ലാ. ദുആഉൽ കർബ് ചൊല്ലിയ മജ്ലിസാണ്. നീ കബൂലാക്ക് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അറിവിന്ദിലാവ് കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ. അറിവിന്ദിലാവ് കുടുംബത്തിൽ റഹ്മത്ത് നൽകണേ. അറിവിന്ദിലാവ് കുടുംബത്തിൽ സന്തോഷ സമാധാനം നൽകണേ. അറിവിന്ദിലാവ് കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങൾക്ക് റബ്ബേ നീ റാഹത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഹോസ്പിറ്റൽ സുഖമില്ലാതെ കിടക്കുന്നവരെ, വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവരെ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ കാക്ക് റബ്ബേ. അവരെ പ്രയാസങ്ങളെ മാറ്റ റബ്ബേ. അവരെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. റഹ്മാനേ യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ്. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഈ പ്രോഗ്രാം ലൈവ് കേൾക്കുന്നവരെ, അവരെല്ലാ കമന്റിലൂടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരെ അല്ലാ നീ എല്ലാം റാഹത്താക്കി കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുക അല്ലാ. പ്രതിസന്ധികളിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാ. അർഹമുർ-റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ, പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്. ഉമ്മാന്റെ ഖബറിനെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. ഞങ്ങളെ ഉസ്താദുമാരെ പലരും ഖബറിലാണ്. ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ പലരും ഖബറിലാണ്. അറിവിന്ദിലാമ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരെ ഖബറിടത്തിലേക്കെല്ലാം ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. ആ ഖബറുകളെല്ലാം സ്വർഗമാക്കണേ റഹ്മാനേ. വിശാലമാക്കണേ റഹ്മാനേ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. അല്ലാ അല്ലാ ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കണേ അല്ലാ.
ഈമാനി സലാമത്താക്കണേ റഹ്മാനെ. ഈമാനോടുകൂടെയുള്ള മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹുമ്മ റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രിയപ്പെട്ടവര് പല കാര്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നലെ മക്കാമിൽ നിന്ന് ഒരുപാട് സമയം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട യതീമായ കുഞ്ഞുമക്കൾക്ക് അറിവിനിലാവ് കുടുംബങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വീടിന്റെ പണി ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ തന്നെ തുടങ്ങുകയാണ്. ഇന്നലെ മക്കാമിൽ നിന്ന് ദുആ ചെയ്ത് അവിടെ എത്തിയ ഒരുപാട് ഫോം യതീമായ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് വീടൊരുക്കാൻ വേണ്ടി ഫോമുകളൊക്കെ പരിശോധിച്ച് തുടങ്ങി. പാവപ്പെട്ട ഒന്നുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്നുമില്ല, വീടില്ല, സ്ഥലമില്ല, വാടകക്ക് മറ്റുള്ളവരുടെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടില് വലിയ പ്രതിസന്ധിയിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ നമുക്ക് യതീമായ കുഞ്ഞു മക്കൾ ആദ്യം നമുക്ക് കൈപിടിച്ച് അവരെ ഒരു കരയിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് എത്തിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അത് എന്നാണ് അതിൻ്റെ കുറ്റിയടി, അതിൻ്റെ കാര്യങ്ങളൊക്കെ ലൈവിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറിയിച്ചു തുടങ്ങും. എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് പരമാവധി വന്ന എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ഈ പവിത്രമായ മുഹറം മാസത്തിൽ തന്നെ അതിന് തുടക്കം കുറിക്കണം. അള്ളാഹുവെ, അതിലേക്ക് സഹകരിച്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികള് അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, നീ റഹ്മത്തും ബറക്കത്തും നിഅമത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാഹ്. അപ്പോ മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ഇൻഷാ അല്ലാഹ് ആരംഭിക്കാണ് കേട്ടോ. തവസ്സുൽ ബൈത്ത് എല്ലാവരും ചൊല്ലി ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ചൊല്ലി അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാ. എന്നിട്ട് നമുക്ക് തഹ്ലീൽ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉറക്കെ ചൊല്ലിയാണ്, ഉറക്കെ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കാണാതെ പഠിച്ചു ചൊല്ലി. കുഞ്ഞ് പൂമ്പാറ്റകൾ കരയുമ്പോൾ പോലെ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോൾ ഇത് പാടി കൊടുക്കുക. ഏയ്, താരാട്ട് പാട്ട് പാടില്ലേ? ചെറിയ കുഞ്ഞു മക്കളെ ഉറക്കുമ്പോൾ താരാട്ട് പാടി കൊടുക്കില്ല നിങ്ങള്? അതിനിപ്പോ ഉറക്കുന്നതൊക്കെ ഇപ്പൊക്കെ അതൊക്കെ പണ്ടേന് ഇങ്ങനെ ആട്ടി കൊടുക്കും. ഇപ്പൊ സ്വന്തം തന്നെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, ഇങ്ങനെ ആടും. അങ്ങനത്തെ തൊട്ടിലൊക്കെ ഉണ്ട്, കണ്ടുകണോ? സ്വന്തം ഒരു ബട്ടൺ ഇറക്കി കൊടുത്താൽ മതി. പക്ഷെ അവിടെ ലായിലാലല്ലേ പാടെ, അവിടെ ഇങ്ങനെ മ്യൂസിക് പല ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നു, വന്നോണ്ടിരിക്കും. ഓരോ സെക്കൻഡ് ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ മാറും. ചിലപ്പോൾ വിചാരിച്ചത് വല്ല ആംബുലൻസ് ആയിട്ട് പോവാണോ,
അല്ലാ അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ്, ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. മക്കളൊന്ന് കിടത്തന്റെ ഒരു പിന്നെ താമസമുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് ആടും. എങ്ങോട്ടാ പോകേണ്ടത് വെച്ചാൽ അങ്ങോട്ട് ആടും. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സംവിധാനങ്ങളില്ലേ തൊട്ടില്. നല്ല നമുക്കല്ല സുഖ കുട്ടീനെ തൊട്ടിലായിട്ട് കണ്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഇങ്ങക്കല്ല ചിലവർക്ക് ഇങ്ങനെ തോണ്ടി കുത്തിരിക്ക. 37 അവിടെ കിടന്ന് ഇങ്ങനെ ആടിക്കോളൂ. എന്നാ പിന്നെ മൊബൈൽ മകളിൽ പോകില്ലല്ലോ. അപ്പോ താരാട്ട് പാട്ട് ആ തൊട്ടിൽ ഇങ്ങനെ ഉറക്കണത് അതൊരു രസമാണ്, അതൊരു സുഖമാണ്. എന്താണ് അതിന്റെ റാഹത്ത്? തൊട്ടിൽ മക്കളെ കടത്തിയിട്ട് ഇങ്ങനെ ആട്ടുക, എന്തോ ഒരു സുഖം, എന്തോ ഒരു റാഹത്ത് ഉണ്ടാവും. ആ പാട്ടും പാടിയിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് പാടാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പാടിക്കോളി. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. എല്ലാവരും പാടി മക്കൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ പൂമ്പാറ്റകളൊക്കെ എന്ത് ചെയ്യണം, അത് പാടണം. പൂമ്പാറ്റകളൊക്കെ അത് എന്ത് ചെയ്യണം, ചൊല്ലണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനത്തെ തൊട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാർക്ക് ചിലപ്പോൾ അതൊന്നും അറിയില്ല. അതൊക്കെ ഉണ്ട്. അല്ല ഷോപ്പിംഗ് മാളിലോ ഒക്കെ പോയാൽ കാണാൻ കഴിയും. ഓരോ ബട്ടൺ ഇങ്ങനെ ഇട്ടാലേ. ഞാൻ കൂടുതൽ പറയണില്ല. ഇൻഷാ അല്ലാഹ് നല്ല രസമാണ് അതിനെ കാണാനിട്ടോ. അങ്ങോട്ട് ആട്ടല് ഇങ്ങോട്ട് ആട്ടല്, വണ്ടി അങ്ങോട്ട് പോകല് ഇങ്ങോട്ട് വരല്, പല മാജിക് ഉണ്ടായി, വലിയ സർക്കസ് ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്നാ ചൊല്ലി ബിസ്മില്ലാ. സമയം കളയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലനാ ലാ ലനാ റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബർറു അലീ റബ്ബുനാ സല്ലല്ലാ വസല്ലം കുല്ല ഹാലാത്തിൻ അലാ അഹ്മദൽ ഹാദി വആലി വസ്സിഹാബി വൽ വലി നഹ്നു നദ്ഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസാതിൻ ബിഖുർവതി ഐനിനാ മടവൂർ വലി قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاحة ما بنا شدة ثلافتيا شيخنا مدبور ولي ليس خسران لمن آتى إليكم طالبا بل بمطلوب له قد فاز يا مدبور ولي. എല്ലാവരും ചൊല്ലി. ശൈഖുനാന്റെ മക്കാമ് കണ്ടിട്ട് എങ്ങനെ ചൊല്ലാന് നല്ല രസമാണ്. ശൈഖുനാന്റെ മക്കാമാണ് കാണുന്നത്. അങ്ങനെ കണ്ടിങ്ങനെ ചൊല്ലാൻ നല്ല റാഹത്താണ്. എല്ലാവരും ചൊല്ലിയാണി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കമ്മരീനിൽ ഖദ് അതാഉ കാമിനു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദവൂർ വലി കുല്ല ഇഫ്രീതി വശൈത്വാനി വജിന്നിൻ മാരിദി അദ്ഹിബൽ വനജ്ജിനായ കുതുബനാ മദവൂർ വലി കം കുറുബാതിൽ കശഫതും അൻ അസീനി താഇഹി ഫക്ഷിഫൻ അന്ന വദായ ശൈഖനാ മദവൂർ വലി فرجن عنا الأذى كل ما يعيبنا في الدنيا وفي المعاد شيخنا مدبور ولي كنت كهف الحامي اللي من أتاكم لاجئا كنت فينا ناصريا سيدي مدبور ولي أعطنا منك الإغاثة عند كل حولنا
صب فينا الأمن منكم شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله ومحمد رسول الله أنت أستاذ لنا أو شيخنا فما لنا منهما أسبوك رشد منك يا مدبور ولي ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل حالات بهاك شيخنا مدبور ولي آتنا أمنا عظيما وسرورا الذي يجي مالك الموت بهاك شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد صالمين بمدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب الملكين بالرضا كلنا رحماننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خففني صابنا بشيخنا مدبور ولي ربي سلم هذه الأمة أزلق القدر حين جاءوا للصراط فرجينهم يا عليم ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جلي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മടവൂരിൽ വാഴും തിങ്കളെ എല്ലാവരും പാടി കാണാൻ പഠിച്ചില്ലേ ഒക്കെ സിമ്പിളാണ് പാടി മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലോ ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖനാ യാ ശൈഖനാ മടവൂരിൽ വാഴും തിങ്കളെ കുതുബുൽ ആലോ ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖനാ യാ ശൈഖനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്ക് അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ്
അറിവിന്ദിലാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, മഹാനരായ ഖുത്ബുൽ ആലം മടവൂർ ശൈഖുനാന്റെ കാവലും തിരുനോട്ടവും നീ നൽക റബ്ബേ. ശൈഖുനാന്റെ പൊരുത്തം തരണേ അല്ലാ. ഈ മജ്‌ലിസുകൾക്കുള്ള പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, അവരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ച് കൊടുക്ക റബ്ബേ. റാഹത്താക്കി കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, എല്ലാവരും തസ്ബീഹമാല കയ്യിലെടുക്കുക. തസ്ബീഹമാലയോ തസ്ബീഹ് കൗണ്ടറോ കയ്യിലെടുത്തിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും തഹ്ലീൽ ചൊല്ലിയേ. റബ്ബ് നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഇന്നലെ അറിവിന്ദിലാവിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞതിന് ശേഷം മഹാനരായ ഖുത്ബുൽ ആലം മടവൂർ ശൈഖുനാ അവരെ സിയാറത്ത് ചെയ്തപ്പോ അല്ലാഹുവേ, ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു. ആ ദുആഹില് പങ്കെടുക്കാൻ, ശൈഖുനാനെ സിയാറത്ത് ചെയ്യാൻ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും ഞങ്ങളെ കൂട്ടുകാരും, അല്ലാ അവർക്കെല്ലാം നീ ബറക്കത്ത് കൊടുക്ക റബ്ബേ. അവരുടെ എല്ലാ വിഷയങ്ങളും ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഫത്ഹാക്കി കൊടുക്കണേ അല്ലാ. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ താമരശ്ശേരി മടവൂരി അടുത്താണ്. ആ ചെറുപ്പക്കാരൻ വന്ന് പറയാണ്, ഉസ്താദേ, അല്ലാ ഞാനിന്ന് ഉസ്താദ് ഇവിടെയാണ് ലൈവ് എന്നറിഞ്ഞപ്പോ വന്നതാണ്. ഞാനൊരു ഹോട്ടൽ ജീവനക്കാരനാണ്. എൻ്റെ പ്രിയപ്പെട്ട പുന്നാര ഭാര്യ മൂന്ന് മക്കളെ പ്രസവിച്ച ഉസ്താദേ. ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ടു പോയി, 6 മാസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയി. അതേ രൂപം തന്നെ രണ്ടാമതുമുണ്ടായ കുഞ്ഞ് 6 മാസമായപ്പോൾ മരണപ്പെട്ടു ഉസ്താദേ. അല്ലാ, അതിലാദ്യത്തെ 2 ആൺമക്കളായിരുന്നു. മൂന്നാമത്തെ അല്ലാഹു എനിക്കൊരു പൊന്നുമോളെ തന്നു. ആ പൊന്നുമോള് 3 മാസമായപ്പോൾ മരണപ്പെട്ടു ഉസ്താദേ. ജനിച്ച് കണ്ട് കൊതിതീരും മുമ്പേ 3 മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉസ്താദേ. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് ദുആ ചെയ്ത് തരുമോ അല്ലാ? അവളെ മനസ്സിനൊന്ന് സമാധാനം കിട്ടാൻ ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ആ വാക്കിനോട് അവളുടെ മനസ്സിനൊരു സമാധാനമാകും. ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് ദുആ ചെയ്ത് തരുമോ? ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, പോരെ നീ മക്കാമിലേക്ക് വാ. അങ്ങനെ പാതിരാ സമയത്ത് മക്കാമിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കൂടെ സിയാറത്ത് ചെയ്യുമ്പോ ആ ചെറുപ്പക്കാരനും വിങ്ങിപ്പൊട്ടി ആ സദസ്സിലുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. 3 മക്കളെ അല്ലാഹു കുഞ്ഞുനാളിലെ തിരിച്ചു വിളിച്ചു. ചെറുപ്പത്തിലെ മക്കള് മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരുണ്ടാകും. അവരെ സങ്കടങ്ങൾ പറഞ്ഞാൽ തീരൂല്ല. നമ്മുടെ കുഞ്ഞു പൂമാറ്റ മക്കൾക്കൊരു അസുഖം വരുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റൂലല്ലോ. നമുക്കൊരു പനി വന്നാൽ ചിലപ്പോ നമുക്കത് ക്ഷമിച്ചേക്കാം. ഒരു ജലദോഷം വന്നാൽ നമ്മൾ ചിലപ്പോൾ ക്ഷമിച്ചേക്കാം. ഒരു പ്രയാസം വരുമ്പോ നമുക്ക് ചിലപ്പോൾ ക്ഷമ വന്നേക്കാം. പക്ഷേ നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കൾ അങ്ങനെയല്ല. അവർക്കൊരു പനി വരുന്നത് നമുക്ക് ടെൻഷനാണ്. അവർക്ക് രോഗം വരുന്നത് നമുക്ക് ടെൻഷനാണ്. അവർക്കൊരു അസുഖം വരുന്നത് നമുക്ക് ടെൻഷനാണ്. കാരണം അവര് നമ്മുടെ സമാധാനമാണ്. പ്രസവിച്ചു 1 വർഷം തികയുന്നതിന്റെ മുമ്പേ 6 മാസമാകുമ്പോ 2 മക്കൾ അല്ലാഹു തിരിച്ചു വിളിച്ച ആ ചെറുപ്പക്കാരൻ
മൂന്നാമതൊരു പെൺകുഞ്ഞുണ്ടായി. 3 മാസം കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോളെയും അല്ലാഹു തിരിച്ചു വിളിച്ചു. ആ ചെറുപ്പക്കാരൻ വല്ലാത്ത സങ്കടത്തോടെയാണ് പറഞ്ഞത്, റബ്ബേ ആ കൂട്ടുകാരനും ഭാര്യക്കും ശിഫ കൊടുത്ത് അല്ലാഹ് സമാധാനം കൊടുക്കണം അല്ലാഹ്. എല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞേ. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ഉറപ്പാണ് അത് ശരിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ ദിവസവും ആളുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നു, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു, അവരുടെ പ്രയാസങ്ങൾ മാറിയ സന്തോഷം പറയുന്നു. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ആമീൻ പറയുമ്പോൾ അല്ലാഹു തരുന്നതാണ്. എല്ലാരും ആമീൻ പറയും. റബ്ബേ, ഇന്നലെ വന്ന ആ ചെറുപ്പക്കാരന് 3 കുഞ്ഞു മക്കളെ മരണപ്പെട്ടു പോയി. അല്ലാഹ് ഇനി നല്ല ആരോഗ്യമുള്ള മക്കളെ നീ പ്രദാനം ചൊരിയണേ അല്ലാഹ്. ആയി ആമീൻ പറയുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്ക റബ്ബേ. എല്ലാവരും ആമീൻ പറയും. എല്ലാവരും കമന്റ് ആമീൻ കൊണ്ട് നിറയണം. എല്ലാവരും കമന്റ് ആമീൻ കൊണ്ട് നിറയട്ടെ. നിങ്ങൾ ആമീൻ പറയും. എല്ലാവരും പറയണം, ആരും മടിച്ചിക്കല്ലേ. അല്ലാഹുവേ, നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ കാണുക. ആ പെങ്ങളെ നമ്മുടെ പെങ്ങളായിട്ട് നമ്മളെ കാണുക. ആ ചെറുപ്പക്കാരനെ നമ്മുടെ ഒരു സഹോദരനായിട്ട് നമ്മളെ കാണുക. എല്ലാവരും ആമീൻ പറയും. കമന്റൊക്കെ ആമീൻ കൊണ്ട് നിറയട്ടെ. അല്ലാഹ് ചെറുപ്പക്കാരനും ആ സഹോദരന്റെ ഭാര്യക്കും ഇനിയും നീ ആരോഗ്യമുള്ള സ്വാലിഹായ മക്കളെ കൊടുക്ക റബ്ബേ. മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ തമ്പുരാനെ. കുഞ്ഞുനാളിൽ മക്കളെ മരണപ്പെട്ടു പോയവര് സങ്കടപ്പെടണ്ട. ജന്നാത്തിൻ അദിനിം തജ്രീ മിൻ തഹ്തിയൽ അൻഹാർ. കടകളാരവം നദികളും പുഴകളും മനോഹരമായ സന്തോഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമുണ്ടല്ലോ. സന്തോഷങ്ങളാണ് സമാധാനത്തിന്റെ പറുദീസതീത്ത പവിത്രമായ പരിശുദ്ധമായ സ്വർഗീയ ലോകമുണ്ടല്ലോ. ആ സ്വർഗീയ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവാൻ ചെറുപ്പത്തിൽ മരണപ്പെട്ട മക്കൾ നാളെ വരുമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന പൊന്നുമോനെ അല്ലാഹു കുഞ്ഞുനാളിലെ കൊണ്ടുപോയിട്ടില്ലേ? പടച്ചു തമ്പുരാന് കുഞ്ഞുനാളിലെ കൊണ്ടുപോയിട്ടില്ലേ? നമ്മുടെ മുത്തുനബി എത്ര വേദനയാ സഹിച്ചത്, നമ്മുടെ മുത്തു റസൂലുള്ളാഹി എത്ര വിഷമമാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിലെ മക്കള് മരിച്ചവരെ നിങ്ങളെ മനസ്സിന് സമാധാനം കൊടുക്കണേ. നിങ്ങളെ മനസ്സിന് സമാധാനം കൊടുക്കണേ. അത് ആലോചിച്ചിങ്ങനെ നീറിപ്പുകഞ്ഞുള്ള ജീവിതം വേണ്ട. അല്ലാഹു എനിക്ക് തന്ന തങ്കക്കുടത്ത് റബ്ബ് കൊണ്ടുപോയല്ലോ. ആ തങ്കക്കുടത്ത് സ്വർഗീയ ലോകത്ത് കിരീടം വെച്ച ഒരു കുഞ്ഞുമോനായിട്ട് കുഞ്ഞുമോളായിട്ട് അല്ലാഹുവിന്റെ ലോകത്ത് നിങ്ങൾ ആ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുമെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് നമ്മളെ മറക്കണ്ട. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പറഞ്ഞവരെ അല്ലാഹ് എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്.